നമസ്കാരം. 13,608 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ അനുവദിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം സ്വീകരിക്കാൻ കേരളം തീരുമാനിച്ചു. ഇത്രയും അധിക വായ്പ അനുവദിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ തുക 7 ദിവസത്തെ ആവശ്യത്തിന് തികയൂ എന്നും പരിധി കൂട്ടണമെന്നും കേരളം ശക്തമായി വാദിച്ചെങ്കിലും കേന്ദ്രം വഴങ്ങിയില്ല. പ്രശ്നം കീറാമുട്ടിയായതോടെ കേന്ദ്രവും കേരളവും തമ്മിൽ വീണ്ടും ഉദ്യോഗസ്ഥതല ചർച്ച നടത്താൻ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. നാളെ 11-നാണ് ചർച്ച. കടമെടുപ്പ് പരിധി വിഷയത്തിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യത്തെ രൂക്ഷമായി വിമർശിച്ച കോടതി അത് സംസ്ഥാന സർക്കാരിന്റെ അവകാശമാണെന്നും പറഞ്ഞു. ഇത്രയും പ്രതിസന്ധി പറയുന്ന കേരളത്തിന് 13,608 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ അനുവദിക്കാമെന്ന കേന്ദ്ര വാഗ്ദാനം സ്വീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്നും കോടതി ചോദിച്ചു. ഇതോടെ കേരളം വഴങ്ങി. പ്രതിസന്ധി രൂക്ഷമാണ്. ശമ്പളം നൽകാൻ കഴിയുമെങ്കിലും DAയും മറ്റും നൽകാൻ പോലും പണമില്ലെന്ന് കേരളം വ്യക്തമാക്കി. ചർച്ച തുടരാനുള്ള കോടതി നിർദ്ദേശവും അംഗീകരിച്ചു. രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ 13,608 കോടി വായ്പ കേരളത്തിന് താൽക്കാലിക ആശ്വാസമാകും. അതേസമയം സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ അടിയന്തരമായി ലഭിച്ച ഈ തുക കേരളത്തിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കില്ല. കാരണം സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയില്ലായിരുന്നെങ്കിൽ ഈ തുക മുൻപ് തന്നെ ലഭിക്കുമായിരുന്നു. ഈ മാസത്തെ ശമ്പളം മുടങ്ങുന്നത് ഒഴിവാക്കാനും കഴിയുമായിരുന്നു. ഹർജിയിൽ കേരളം ഉന്നയിച്ച കാതലായ വിഷയത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ വീണ്ടും ചർച്ച നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 25 ദിവസം മാത്രം ശേഷിക്കെ അധിക സഹായം ലഭിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ നില പരുങ്ങലിലാകും. 13,608 കോടി കൊണ്ട് വർഷാന്ത്യ ചെലവുകൾ നിറവേറ്റാൻ കഴിയില്ല. കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കേന്ദ്രം സമ്മതിച്ച 13,608 കോടി ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ കടമെടുക്കാൻ കഴിയില്ല. കേന്ദ്രം റിസർവ് ബാങ്കിനെ അറിയിച്ച് സംസ്ഥാനം വിജ്ഞാപനം ചെയ്ത് ഈ മാസം 19-നാണ് ഇനി കടമെടുക്കാൻ കഴിയുക. കടമെടുപ്പിന് മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കണമെന്നാണ് ഹർജിയിലെ മുഖ്യ ആവശ്യം. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും വേണം. ഈ ആവശ്യവുമായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചു. കേസ് പിൻവലിക്കാതെ അർഹമായ സഹായം പോലും നൽകില്ലെന്ന നിലപാട് കേന്ദ്രം കൈക്കൊണ്ടു. വൈദ്യുതി വിതരണ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് 4,866 കോടി, പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപം ക്രമപ്പെടുത്തിയത് വഴി 4,323 കോടി, കഴിഞ്ഞ വർഷത്തെ വായ്പാനുമതിയിൽ ബാക്കി നിൽക്കുന്ന 1,877 കോടി, പുനർവായ്പാ ഇനത്തിൽ 2,543 കോടി എന്നിങ്ങനെയാണ് ആകെ 13,609 കോടി കടമെടുക്കാൻ അനുമതി ലഭിക്കേണ്ടിയിരുന്നത്. ഈ തുക നൽകാമെന്നാണ് കേന്ദ്രം ഇന്നലെ സമ്മതിച്ചത്. ഫലത്തിൽ 1 രൂപ പോലും അധികം നൽകാതെ തന്ത്രപൂർവ്വം തർക്കം അവസാനിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിച്ചത്. ഏതായാലും ഈ ധനപ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ മുൻകോപത്തിന് കുറവൊന്നുമില്ല. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ചടങ്ങിലെ അവതാരക പറഞ്ഞു തീരും മുൻപ് മുഖ്യമന്ത്രി രോഷാകുലനായി അവർക്ക് നേരെ തിരിഞ്ഞു. അമ്മാതിരി കമന്റൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിക്കുന്നെങ്കിൽ ആളെ വിളിച്ചാൽ മതി. തുടർന്ന് മടങ്ങുന്നതിനിടെ വെറുതെ വേണ്ടാത്തതൊക്കെ പറയുന്നു എന്നും പറഞ്ഞു. ഇതോടെ അവതാരക ആശംസാ പ്രസംഗത്തിനായി മന്ത്രി കെ രാജനെ ക്ഷണിച്ചു. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ന്യൂനപക്ഷ വിഭാഗം നേതാക്കളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലായിരുന്നു സംഭവം. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: പരിപാടിയിൽ പങ്കെടുക്കാൻ കാലത്ത് തന്നെ എല്ലാവരും എത്തിയത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. അതിനെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനങ്ങൾ. തുടർന്ന് പ്രസംഗ പീഠത്തിന് മുന്നിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോഴുള്ള അവതാരകയുടെ വാക്കുകളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥയായിരുന്നു അവതാരക. മുൻപ് പല ചടങ്ങുകളിലും ഈ ജോലി നന്നായി ചെയ്തയാളെന്ന നിലയിലാണ് ഇവരെ ചുമതലയേൽപ്പിച്ചത്.